ബുക്കാട്ടി എന്ന് പറയുന്ന ഒരു കാർ ബ്രാൻഡ്. അത് ആക്ച്വലി ഫ്രാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ. ബട്ട് അത് ജർമ്മനിയിൽ ഫ്രാൻസിലേക്ക് മാറിയ ഒരു കമ്പനിയാണ്. അതിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് ബുഗാറ്റി എന്നാണ്. നമ്മൾ ബുക്കാട്ടി എന്നൊക്കെ പറയുമെങ്കിലും കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ബുഗാറ്റി എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഞാൻ സിട്രോയിൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അത് ഒരു ഫ്രാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് സിറ്റോയിൻ എന്നാണ്. അതുപോലെ തന്നെ ഇറ്റാലിയൻ ബേസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാറുണ്ട്, ഫെരാരി. നമ്മൾ പറയാറുള്ള ഫെരാരി. അത് അവരുടെ ലാംഗ്വേജിൽ കറക്റ്റായിട്ട് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ഫെറാറി എന്നാണ്, ഫെറാറി. അതുപോലെ തന്നെ ഇറ്റലി ബേസ്ഡ് ആയിട്ടുള്ള നമ്മളൊക്കെ പറയുന്ന ഫിയറ്റ് എന്ന് പറയുന്ന ആ ഒരു കാർ ബ്രാൻഡിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് ഫിയാറ്റ് എന്നാണ്. അത് ഒരു ഇറ്റാലിയൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻഡവർ കാറിൻ്റെ മുതലാളികൾ, അതായത് ഫോർഡിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ നമ്മൾ ഫോർഡ് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് കൺട്രീസിൽ ഫോർഡ് തന്നെയാണ് പറയുന്നത്.